നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. എൻ്റെ മകനൊരു സജഷൻ പറഞ്ഞായിരുന്നു. വീഡിയോ ഇങ്ങോട്ട് ഇടുമ്പോൾ ഉടൻ തന്നെ ഈ എപ്പിസോഡിൻ്റെ നമ്പറിൻ്റെ കാര്യം പറയണ്ട, ആദ്യം അതിനകത്ത് എന്തോ പറയാൻ പോകുമെന്നുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ എപ്പിസോഡ് മുതൽ അങ്ങനെ ചെയ്യാം. ഈ എപ്പിസോഡ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു റിമെയിൻ ഹാപ്പി ത്രൂ ഔട്ട് യുവർ ലൈഫ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തുഷ്ടരായി അല്ലെങ്കിൽ സന്തോഷമുള്ളവരായിട്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്. ഇത് എൻ്റെ 181ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഇതിനകത്ത് ഓരോരോ മതങ്ങൾ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ബൈബിളിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കണമെന്നും ദൈവത്തിന് നമുക്കായി ഒരു പ്ലാൻ കാണുമെന്നും ബൈബിളിൽ ഉറപ്പിച്ച് പറയുന്നു. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ദുഃഖം തോന്നുന്നുവെങ്കിൽ ദൈവത്തിലേക്ക് നമ്മൾ തിരിയണം, ദൈവത്തിൻ്റെ വിശ്വാസം കൂട്ടണം. അതായത് ദൈവത്തിൻ്റെ കാര്യങ്ങളായിരിക്കണം എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറി സന്തോഷം വരുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് അപ്പോൾ ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുമെന്നും നമ്മുടെ ശ്രദ്ധ മാറുമെന്നും നമ്മളിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നുള്ള ദുഃഖങ്ങളൊക്കെ മാറിയിട്ട് പുറമേയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ മാറാൻ പറ്റുമെന്നുമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ വരുന്ന കാര്യങ്ങളുമൊക്കെ, വരുന്ന ഓരോ അനുഭവങ്ങളും ദുഃഖങ്ങളുമൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളായിട്ട് കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷണങ്ങൾ മാത്രമല്ല, അടുത്ത് പിന്നെ പ്രലോഭനങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം പ്രലോഭനങ്ങളെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം. പരീക്ഷണങ്ങളെ നമ്മൾ പരീക്ഷണമായിട്ട് തന്നെ കണ്ട് നല്ല രീതിയിൽ തന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ട്, അതായത് ആ പരീക്ഷണങ്ങളെ അതിജീവിക്കണം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, അപ്പോൾ എന്നെ അന്വേഷിക്കാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കിട്ടത്തുള്ളൂ എന്നും യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇനി രണ്ടാമത് പരിശുദ്ധമായ ഖുർആനിൽ എന്താ പറയുന്നത് നോക്കാം. അന്യ ആളുകളോട് നിങ്ങൾ ദയയോട് പെരുമാറിയാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ എന്ന് ഖുർആനിലും പറയുന്നുണ്ട്. അതായത് നമ്മൾ അന്യ ആളുകൾക്ക് നമ്മൾ ദയയോടെ, അതായത് കരുണയോട് കൂടി അവരെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നോട്, അതായത് അല്ലാഹുവിനോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുമെന്നും പറയുന്നുണ്ട്. അതായത് അല്ലാഹു തരുന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. നന്ദി പറയാതിരുന്നാൽ, നന്ദികേട് നമ്മൾ കാണിച്ചാൽ അല്ലാഹു ശിക്ഷിക്കുമെന്നും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ അന്യ ആളുകളോട് കരുണ കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമെന്നും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹുവിൽ മാത്രം വിശ്വസിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷം അവകാശപ്പെട്ടതാണെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത് ഹിന്ദു മെത്തോളജി അനുസരിച്ച് എന്താ പറയുന്നതെന്ന് നോക്കാം. ഹിന്ദു മെത്തോളജിയിൽ 4 വഴികൾ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനുള്ള. അത് 4 തരം യോഗങ്ങളാണ്. അത് ആദ്യത്തെ ഭക്തി യോഗം എന്ന് പറയും, ഭക്തി യോഗം. പിന്നെ രണ്ടാമത്തെ ജ്ഞാനയോഗം, മൂന്നാമത്തെ കർമ്മയോഗം, നാലാമത്തെ രാജയോഗം. ഇങ്ങനെ 4 തരം യോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്ക് ഇപ്പം ഇതിനകത്ത് പറയാൻ സമയമില്ല. അതുകൊണ്ട് പൊതുവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വേദങ്ങളനുസരിച്ചാണെങ്കിൽ സന്തോഷം കിട്ടണമെങ്കിൽ ധർമ്മം അനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകണം. ഈ വേദങ്ങളനുസരിച്ച് നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം നമ്മുടെ ധർമ്മം നോക്കിയിട്ട്, നമ്മുടെ ധർമ്മം എന്നുള്ളത് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. മാത്രമല്ല പ്രത്യുപകാരങ്ങളൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. എല്ലാ സേവനങ്ങളും നമ്മൾ മനസ്സോടെ ചെയ്യണമെന്നാണ് ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദൈവം നമുക്ക് തീർച്ചയായിട്ടും അപ്പം സന്തോഷം തരുമെന്നാണ് പറയുന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്താലും നമുക്ക് സന്തോഷം ദൈവം തരുമെന്ന് ഹിന്ദു മിത്തോളജി പറയുന്നുണ്ട്. ഇനി ഭഗവത്ഗീത പറയുന്നത് നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം മാത്രമേ നൽകത്തുള്ളൂ എന്ന് ഭഗവത്ഗീത ഉറപ്പിച്ച് പറയുന്നുണ്ട്. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലതേ കിട്ടത്തുള്ളൂ എന്ന് ഭഗവത്ഗീതയും പറയുന്നുണ്ട്. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ശക്തിയുള്ള മന്ത്രമാണെന്നാണ് പറയുന്നത്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് സന്തോഷം കിട്ടാനുള്ള മന്ത്രമായിട്ട് തന്നിരിക്കുന്നതാണ്. ആ മന്ത്രം നമ്മൾ രാവിലെ കുളിച്ചൊക്കെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഒരു 5-10 മിനിറ്റ് ധ്യാനത്തിൽ മുഴുകുന്ന സമയത്ത് ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ മന്ത്രം ചൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും എപ്പോൾ വേണേലും ചൊല്ലാം. ഈ രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് വേണം ചൊല്ലാനെന്നുള്ളതേ ഉള്ളൂ. സ്ത്രീകൾക്ക് ഏത് സമയത്തും ചൊല്ലാവുന്ന ഒരു മന്ത്രം കൂടാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത്. ഇനി ബുദ്ധമതം പറയുന്നത് ധ്യാനമാണ് മനുഷ്യർക്ക് സന്തോഷം കിട്ടാനുള്ള ഏക മാർഗ്ഗമെന്ന് ബുദ്ധമതം പറയുന്നുണ്ട്.
നമ്മുടെ മനസ്സിലെ തെറ്റായ ചിന്തകളെ ഒഴിവാക്കി ശരിയായ പാതയിലേക്ക് മനസ്സിനെ കൊണ്ടുവരണം. അതിനാണ് ധ്യാനത്തിനേക്കാൾ നല്ല മാർഗം പറയില്ലെന്നാണ് ബുദ്ധമതത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ബുദ്ധമതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല, തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനും കഴിയണം. ഇപ്പോൾ തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് ഭയങ്കര ദേഷ്യം വരും, നമുക്ക് അവരോട് ക്ഷമിക്കാൻ തോന്നത്തില്ല. പക്ഷെ അങ്ങനല്ല, തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കാനും കഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശീലമാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ തീർച്ചയായും നമുക്ക് ജീവിത അവസാനം വരെ സന്തോഷമുള്ളവരായിട്ട് കഴിച്ചു കൂട്ടാവുന്നതാണ്. എല്ലാ മതങ്ങളിലും പറഞ്ഞ രീതിയിലുള്ള എല്ലാ മതങ്ങളും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ മോഡേൺ പോസിറ്റീവ് സൈക്കോളജിസ്റ്റ് എന്ന് മാർട്ടിൻ സെലിഗ്നൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ എൻഗേജ്മെൻറ്റ്, ബന്ധങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ ഇവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടാകുന്നതെന്നാണ്. അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിൽ സന്തോഷം കിട്ടാനുള്ള ഏക പ്രധാന മാർഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് മെഡിറ്റേഷൻ, അതായത് നേരത്തെ പറയുന്ന ധ്യാനം തന്നെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സ്ഥിരമായിട്ട്, അതായത് ജീവിതകാലം മുഴുവൻ നമ്മുടെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മരണം വരെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാനുള്ള 3 മാർഗ്ഗങ്ങളാണ് ഉള്ളത്. എല്ലാ മതങ്ങളും എല്ലാം മനഃശാസ്ത്രം എല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം. സിമ്പതി അല്ല, എമ്പതി എന്ന് പറയും. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ സിമ്പതിയും കാണിക്കണം. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ഒരു ദിവസം ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യണമെന്നാണ് എല്ലാ മതങ്ങളിലും എല്ലാത്തിലും ചേർത്ത് ഞാൻ ഇതായിട്ട് പറയുന്നത്, ഇതിൻ്റെ സാരാംശമായിട്ട് പറയുന്നത്. പിന്നെ ധ്യാനം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്ന് പറയും. എല്ലാം നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.